നമ്മൾ ഈ ശബരിമലയിൽ സ്വർണം കട്ടതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഒരാളെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന CPMകാരും ഈ വടകരയിലും അതേപോലെ തന്നെ തിരുവള്ളൂരും കുറ്റ്യാടിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇന്നലെ മനസ്സിലായി. അപ്പോൾ ആ തരത്തിൽ മോഷ്ടാക്കളായ CPM നേതാക്കന്മാർ മോഷ്ടാക്കളാണിപ്പോൾ. ഐഫോൺ മോഷ്ടിക്കുക, 5 പവൻ സ്വർണം മോഷ്ടിക്കുക, ആ തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുകയും അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന 5 വീടും സന്ദർശിച്ച് ഞങ്ങൾ ഏറെ വൈകി. അപ്പോഴാണ് ഈ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും, അപ്പം തന്നെ ഞങ്ങൾ CA വിളിച്ചു, SI വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതിവിടെ ഒരു പ്രയാസമുണ്ട്, അപ്പോൾ സിദ്ദീഖ് ഈ കേസിൽ പ്രതിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ റെയ്ഡ് നിർത്തി വെക്കണം. അപ്പോൾ വളരെ ധിക്കാരപരമായ സമീപനമാണ് അവർ സ്വീകരിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോലീസ് പോകില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് 10:30 മടങ്ങി 10:45 ആകുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് വിളി വരികയാണ്, ഇവിടെ വീണ്ടും പോലീസ് കയറിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ട് പിന്നീട് ആ സംസാരം വേറെ തരത്തിലേക്ക് പോകുന്നു. അവർ ഞങ്ങൾ റെയ്ഡ് നടത്തുമെന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ SIയോട് ഞങ്ങൾ ചോദിച്ചു, ഈ അലമാറയിൽ എന്തിനാണ് നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്, സെൽഫിൽ എന്തിനാണ് റെയ്ഡ് നടത്തുന്നത്? അപ്പോൾ ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്, പ്രതിയെ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഏതിടത്തും ഞങ്ങൾ പോയി തെരച്ചിൽ നടത്തുമെന്നാണ്. അപ്പോൾ ഒരു സെൽഫിലൊക്കെ മനുഷ്യന് ഒളിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പോൾ അത്രയും പരിഹാസമാണ്, അത്രക്കും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കൃത്യമാണ്, വ്യക്തമാണ് രാഷ്ട്രീയം എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.